ഒരു 6 മാസത്തോളം ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഡോട്ട്സ് അക്കാഡമിനെ കുറിച്ച് അറിയുന്നത്. ഹായ്, എൻ്റെ പേര് ഗോവിന്ദ്. ഞാൻ കഴിഞ്ഞ 2025 CGL കസ്റ്റംസിലെ പ്രിവെന്റീവ് ഓഫീസർ പോസ്റ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ഡോട്ട്സ് അക്കാഡമിനെ കുറിച്ച് അറിയുന്നത്. കൂട്ടുകാർ ഒരു 3 ഫ്രണ്ട്സ് ഇതുപോലെ ഡോട്ട്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ബിടെക് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ കുറച്ച് സപ്ലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ അവരേതായാലും വരുന്നുണ്ടല്ലോ, അങ്ങനെ അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരാമെന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പം MTS നോക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ആദ്യമേ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ 2024 ഫെബ്രുവരി ബാച്ചിലാണ് ഇവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഒരു 6 മാസത്തോളം ഞാനിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ GKയും ഇംഗ്ലീഷും നല്ല ഇൻഡെപ്ത് ആയിട്ട് ഇറങ്ങി പഠിപ്പിക്കുന്നതായിട്ട് ഫീൽ ആയിരുന്നു. ഇപ്പം കൺസെപ്ച്വലി കുറച്ച് ഗ്യാപ്സ് ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. നമുക്കത് ആ ഒരു സാധനം എക്സാമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു പുതിയ പാറ്റേൺ കൂടെ, ചേഞ്ച് ആയ പാറ്റേൺ കൂടെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡീപ്പ് നോളജ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പം അതിന് ഒരുപാട് ഡോട്ട്സ് അക്കാഡമിയുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ GKയും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു MTS എക്സാം കഴിഞ്ഞൊരു ടൈമിലായിരുന്നു പിന്നെ സപ്ലിയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈമിലാണ് പിന്നെ 2025 CGL ഒരു അറ്റംപ്റ്റ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ തോന്നിയത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 3 to 4 months നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പം ഈ പറയുന്ന പോലെ ഒരുപാട് സോഴ്സുകളും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും കളക്ട് ചെയ്ത് ഒരു 3 to 4 മാസം നല്ല രീതിയിൽ വർക്ക് ഇട്ടായിരുന്നു. ഈ മോക്കുകളാണെങ്കിലും റിവിഷൻ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തറവായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ മോക്കിൽ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മോക്ക് അടിക്കുന്നതിനേക്കാട്ടിൽ ഇമ്പോർട്ടൻസ് വരുന്നത് അതിൻ്റെ അനാലിസിസിലാണ്. മോക്ക് അടിക്കാൻ നമുക്കൊരു 1 മണിക്കൂറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ആദ്യമൊക്കെ അനാലിസിസ് ചെയ്യാനായിട്ട് എനിക്കൊരു 1.5 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ അത് കുറച്ചൊരു അരമണിക്കൂറിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നാലും അനാലിസിസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ ഇപ്പം ഒരു മോക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൽ ചെയ്ത സമയത്ത് തന്നെ നമുക്കിപ്പം കറക്കി കുത്തിയൊക്കെയാണെങ്കിൽ കുറച്ച് കറക്റ്റാവുന്നതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതും എങ്ങനെയാണ് നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ അതിനകത്ത് നോക്കി തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് കറക്റ്റായ ക്വസ്റ്റ്യൻസും തെറ്റിയ ക്വസ്റ്റ്യൻസ് രണ്ടും അനലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തെറ്റിയത് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ടും ഹാർഡ് വർക്കിലാണ് കാര്യം ഇരിക്കുന്നത്. ടാലന്റ് എന്നതിലുപരി കുറച്ചുകൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ അറ്റംപ്റ്റുകൾ കൂടുതൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്നത്തെ ഈ ക്രാക്ക് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കരുത്. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ലാസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളൊരു മൈൻഡിൽ ഇത് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉള്ളതെന്ന് പറയുന്നത്. കാരണം എപ്പോഴായാലും നമ്മളിത് പഠിക്കാനുള്ളതാണ്. അപ്പം ഏറ്റവും എത്ര പെട്ടെന്ന് പഠിച്ച് തീർത്ത് ക്വാളിഫൈ ആയിട്ട് കയറി പോകുന്നു അത്രയും കുറച്ച് മാത്രം എഫേർട്ട് ഇട്ടാൽ മതി. കുറച്ച് മാത്രം എന്നല്ല, ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ 100% നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ കൈവരിക്കാൻ പറ്റും.